എല്ലാവർക്കും സാച്ച് ഫാമിലിയുടെ മനോഹരമായ മറ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ എത്തി നിൽക്കുന്നത് കൊച്ചി രൂപതയിലെ അതിപുരാതനമായൊരു ദേവാലയം, ചേർത്തലയിലെ കക്കരപ്പള്ളിയിലെ തങ്കിയിലുള്ള സെൻറ് മേരീസ് ഫൊറോന തീർത്ഥാടന കേന്ദ്രം എന്ന് പറയും. അതായത് തങ്കിപ്പള്ളി നമ്മൾ പറയില്ലേ, ആ മനോഹരമായിട്ടുള്ള ഭക്തി സാന്ദ്രമായിട്ടുള്ള, നിങ്ങൾക്കറിയാലോ കൊച്ചി രൂപത എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ രൂപതയാണ്. അവിടുത്തെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അനേകായിരം ജനങ്ങൾ തീർത്ഥാടനത്തിനായിട്ട് ഈ ഒരു ദേവാലയത്തിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ദേവാലയത്തിൻ്റെ തിരുവൾത്താരയാണ്. ഈ തിരുവൾത്താരയ്ക്ക് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അതായത് മാതാവിൻ്റെ ജപമാലയുടെ സഹോദര സംഘത്തിൻ്റെ അൾത്താര എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ പള്ളിയിൽ കുമ്പസാരിച്ച് ഇവിടെ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് അത് യോഗ്യതയോടെ സ്വീകരിച്ച് ജപമാല, ഈ അൾത്താരയുടെ മുൻപിൽ നിന്ന് ജപമാല ചൊല്ലുന്ന എല്ലാവർക്കും ഈ അൾത്താരയുടെ മുൻപിൽ തന്നെ വെച്ച് നമുക്ക് ദണ്ഡവിമോചനം ലഭിക്കുന്നു. അത് ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒത്തിരി വലിയൊരു അനുഗ്രഹമാണെന്ന് നമുക്ക് പറയാം. അപ്പം ഈ ഒരു ദേവാലയത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ വെറുമൊരു തീർത്ഥാടനം എന്നതിലുപരി നമ്മളിലുള്ള പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒരു അവസരമായിട്ടും കൂടി നമുക്ക് ഈ ഒരു ദേവാലയത്തിലേക്കുള്ള ഒരു തീർത്ഥാടനത്തെ എടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഈശോയുടെ പീഡാസഹനത്തിൻ്റെ തിരുസ്വരൂപമാണ്. ഈ ഒരു തിരുസ്വരൂപത്തിൻ്റെ തടി എന്തിനാണ് നിർമ്മിച്ചതെന്ന് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ പല ഭാഗങ്ങളും യോജിപ്പിച്ചിരിക്കുന്നത് തുകൽ ബെൽറ്റ് കൊണ്ടാണ്. മാത്രവുമല്ല ഈശോയുടെ താടി മാത്രമേ അത് മരത്തിൽ കൊത്തിയിട്ടുള്ളൂ. ഈശോയുടെ മുടി മരത്തിൽ കൊത്താത്തതും അതേസമയം തന്നെ അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മുടിയും കൂടിയാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ മുടി വളരുന്നത് കാണാൻ പറ്റിയില്ല എങ്കിലും ഒരുപാട് കാലം മുൻപത്തെയും ഇപ്പോഴത്തെയും ഫോട്ടോകൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ മുടിയുടെ വളർച്ച ശരിക്കും നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈശോയെ കല്ലറയിൽ സംസ്കരിച്ചപ്പോൾ പൊതിഞ്ഞ തിരുക്കച്ചയുടെ തനി പകർപ്പാണ്. ഈ ദേവാലയത്തിൻ്റെ തിരുവൾത്താരയുടെ വലതുവശത്തായിട്ട് കാണപ്പെടുന്ന ഈ ഒരു തിരുസ്വരൂപമാണ് കാണിക്ക മാതാവിൻ്റെ നട. ആ ചന്ദ്രകലയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത് ഒരു തൊട്ടിലാണ്. അതായത് മക്കളില്ലാത്ത ദമ്പതികൾ ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അവർക്ക് മക്കളുണ്ടായി കഴിയുമ്പോൾ ആ ഒരു സ്നേഹ സമർപ്പണം എന്ന പോലെ തങ്ങളുടെ കുഞ്ഞുമക്കളെ ആ തൊട്ടിയിൽ കൊണ്ടുവന്ന് കിടത്താറുണ്ട്. പിന്നെ നമ്മൾ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വിശുദ്ധരുടെ രൂപങ്ങളാണ് മൊത്തത്തിൽ കാണാൻ സാധിക്കുക. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ദേവാലയമാണ് ഇതെന്ന് ഞാൻ മുൻപേ പറഞ്ഞല്ലോ. 1587 ഈ ദേവാലയം ഒരു ഇടവകയായിട്ട് പരിണമിച്ചത്. 1587 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടം. മാത്രമല്ല രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ആ ഒരു സമയത്ത് പോർച്ചുഗീസുകാരാണ് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തീയ സമൂഹങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഇതൊരു ഇടവകയായിട്ട് പ്രഖ്യാപിച്ചത്. ഈ ഒരു ദേവാലയത്തിന് ചരിത്ര പ്രാധാന്യമായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് വിശുദ്ധരുടെ കാൽവയ്പുകൾ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു ദേവാലയമാണിത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ 3 ദിവസത്തോളം ഈ ദേവാലയത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാഴ്ത്തപ്പെട്ട ഏലിയാസ് ചാവറാസ് കുര്യാക്കോസ് അച്ഛൻ ലത്തീൻ പഠനം നടത്തിയതും ഈ ഒരു ദേവാലയത്തിൽ ഇരുന്നുകൊണ്ടാണ്. ഈശോയോടൊപ്പം തന്നെ മാതാവിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദേവാലയമാണിത്. അതുകൊണ്ട് തന്നെ 2000 കൊച്ചി അതിരൂപത അധ്യക്ഷൻ ഈ ഒരു ദേവാലയത്തിന് മരിയൻ തീർത്ഥാടന കേന്ദ്രം കൂടിയായിട്ട് പ്രഖ്യാപിച്ചു. ഈ ഒരു ദേവാലയത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിടിയേരി നേർച്ച സമർപ്പണമാണ്. അതിന് പുറകിലും നടന്ന ഒരു അത്ഭുതമുണ്ട്. അതായത് ഈ ഒരു ദേവാലയം ഇടവകയായിട്ട് പ്രഖ്യാപിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ്. മാത്രവുമല്ല രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു ഇടവകവാസികൾ എന്നല്ല നമ്മുടെ പൂർവികരെല്ലാം വളരെ ദാരിദ്ര്യമായ ഒരു അവസ്ഥയിലായിരുന്നു. എങ്കിൽ കൂടി അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിൻ്റെ ഒരു പീഡാസഹന രൂപം വേണമെന്നൊരു ആവശ്യം ആ ഒരു ഇടവകയിൽ വന്നു ചേരുകയാണ്. അങ്ങനെ വന്നപ്പോൾ ആ ഇടവകയിലെ അമ്മമാരെല്ലാവരും അവർ ഓരോ പ്രാവശ്യവും ആഹാരം പാകം ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അവർ ഉപയോഗിക്കാൻ പോകുന്ന അരിയിൽ നിന്ന് ഒരു പിടി അരി എടുത്ത് അവർ മാറ്റിവെക്കും. അങ്ങനെ അവിടെയുള്ള എല്ലാ അമ്മമാരും, ആ ഒരു ഇടവകയിലെ അമ്മമാരെല്ലാവരും ചേർന്ന് ഒരു വർഷം മാറ്റിവെച്ച ആ ഒരു പിടി അരി, ആ മൊത്തത്തിലുള്ള അരി വിറ്റ് കിട്ടിയ ആ ഒരു തുകയ്ക്കാണ് അവർ ഈ പീഡാസഹന രൂപം വാങ്ങിക്കുന്നത്. ഈ ഒരു തിരുസ്വരൂപം ആരാണ് നിർമ്മിച്ചതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഇത് കൊച്ചിയിൽ നിന്ന് ജലമാർഗമാണ് ഇത് കൊണ്ടുവരുന്നത്. ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഇത് തടഞ്ഞു നിർത്തിയിട്ട് നികുതി ചോദിക്കും. ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാരെ കാവൽപുര വലിയൊരു കൊടുങ്കാറ്റടിച്ച് പൊളിഞ്ഞു വീഴുകയാണ്. മാത്രമല്ല വെള്ളം തനിയെ തെക്കോട്ടേക്ക് നീങ്ങി തന്നെത്താൻ ആരുമില്ലാതെ തന്നെ തങ്കിപ്പള്ളിയോട് അടുത്ത് വന്നു നിന്നു. അങ്ങനെയാണ് ഈ രൂപം തങ്കിപ്പള്ളിയിലേക്ക് എത്തുന്നത്. അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിശ്വാസികൾ അപ്പം തന്നെ നേർച്ചക്കഞ്ഞി വെച്ച് അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കുകയും അവിടെയുള്ള പലർക്കും രോഗശാന്തി ലഭിക്കും
ലഭിച്ചതായിട്ടും അറിയപ്പെടുന്നു. ഇപ്പോഴും ഈ പള്ളിയിൽ വെള്ളിയാഴ്ചകളിൽ കല്ലറ ജപം, ആരാധന, ദിവ്യബലി, അത് കഴിയുമ്പോൾ നേർച്ചക്കഞ്ഞി വിതരണവും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോ തീർത്ഥാടകരും ഓരോ വിശ്വാസികളും ചെയ്യുന്നതാണ് പിടിയരി നേർച്ച സമർപ്പണം. ഒരു കുറച്ച് പിടിയരി ഒരു ചുമന്ന കിഴിയിൽ കെട്ടിയിട്ടുണ്ടാവും. ഒപ്പം തന്നെ ഒരു പ്രാർത്ഥനാ കാർഡും പിന്നെ കുറച്ചൊരു ഓയിൽ, അതുപോലെ ഒരു കുഞ്ഞൊരു ടിന്നിൽ കുറച്ച് അരിയും നമുക്ക് കിട്ടും. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ വിഷമതകളാകാം, ആകുലതകൾ, ഉത്കണ്ഠങ്ങൾ, രോഗങ്ങൾ എന്തുമാകട്ടെ, നമ്മുടെ സന്തോഷങ്ങളാകാം, എന്തും നമുക്ക് ജീവനുള്ള ഈശോയുടെ, ആ തുടിക്കുന്ന ഹൃദയമുള്ള ഈശോയുടെ പീഡാസഹന രൂപത്തിലേക്ക്, മുടി വളരുന്ന ആ തിരുസ്വരൂപത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആ ചുമന്ന കിഴിക്കെട്ട് നമ്മൾ അവിടെ സമർപ്പിച്ചിട്ട് നമുക്ക് അതിനോടൊപ്പം കിട്ടുന്ന പ്രാർത്ഥനാ കാർഡും അതുപോലെ തന്നെ ആ കുറച്ച് എണ്ണയും അതുപോലെ തന്നെ കിട്ടുന്ന കുറച്ച് അരിയും നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. പലരും അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് രോഗസൗഖ്യങ്ങൾ കിട്ടിയതായിട്ട് വന്ന് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തിരുസ്വരൂപം ദുഃഖ വെള്ളിയാഴ്ചകളിൽ നഗരി കാണിക്കൽ ചടങ്ങിനായിട്ട് വളരെ വെളുപ്പിനെ തന്നെ 2 മണി 3 മണിക്കൊക്കെ ശരിക്കും ഇവിടെ ഒത്തിരി ജനസാഗരമാണെന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് വിശ്വാസികൾ പല സ്ഥലങ്ങളിൽ നിന്ന്, ജാതി മത ഭേദമന്യേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്, തമിഴ്നാടാവട്ടെ ഗോവയാവട്ടെ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ മൊത്തം ജനസാഗരമായിരിക്കും. നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം കാണില്ല. ദുഃഖ വെള്ളിയാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. വെളുപ്പിനെ തന്നെ വന്ന് പ്രാർത്ഥിച്ച് ഒരുപാട് പേർക്ക് അത്ഭുത രോഗശാന്തികൾ, ഉദിഷ്ടകാര്യ സാധ്യതകൾ ഒക്കെ നടന്നതായിട്ട് ഇവിടെ ഒരുപാട് പേര് വന്ന് അത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് വന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് പള്ളിയുടെ പ്രധാന കവാടത്തിലൂടെ കടന്നു വരുമ്പോൾ കാണുന്ന വിശാലമായിട്ടുള്ള ആ ഒരു നടുമുറ്റവും അതിനോട് സംബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെയും ഈ പള്ളിയുടെ പരിസരത്തായിട്ട് നമുക്കൊരു ആരാധന ചാപ്പല്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് രൂപങ്ങൾ, പിന്നെ അതുപോലെ ഒരു പള്ളി സ്കൂള്, അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ആ ഒരു ബാല്യത്തിലേക്ക് പോകുന്നൊരു പ്രതീതി ആ പള്ളി സ്കൂളൊക്കെ നമുക്ക് അവിടെ ചെന്ന് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയാം. ഇവിടെ ഒരുപാട് രൂപങ്ങളും അതുപോലെ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ഓരോ സ്റ്റേഷനുകളും അങ്ങനെയെല്ലാം കൊത്തിവെച്ചിട്ടുള്ളതാണ് നമുക്ക് ഈ പള്ളിമുറ്റത്ത് ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. തികച്ചും ഭക്തി സാന്ദ്രമായിട്ടുള്ളൊരു അന്തരീക്ഷം എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങളും ഓരോ വിശ്വാസികളും അത്രത്തോളം ഭക്തിയോടുകൂടിയാണ് ഈ ഒരു പള്ളി പരിസരത്ത് നമുക്ക് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കാം. ആകാശമുട്ടി വളർന്നു നിൽക്കുന്ന അതിപുരാതനമായ ഈ ഒരു പള്ളിയെക്കുറിച്ച് ഇനിയും ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് എവിടെയും എഴുതി വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ വായ്മൊഴിയായി വരമൊഴിയായിട്ട് ഓരോരുത്തരും പറഞ്ഞ് നമ്മൾ അറിയുന്നതാണ്. ഇവിടെയെല്ലാം ഒരു കടലിനോട് ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ്. ഇവിടെയും വെള്ളത്താൽ ചുറ്റപ്പെട്ടതായിരുന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ പൂർവികർ ഒരുപാട് തടികൾ കൊണ്ട് തലങ്ങും വിലങ്ങും ഇട്ട് അതിൻ്റെ മുകളിൽ ചെങ്കല്ല്, കുമ്മായം ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പള്ളി പണിതിരിക്കുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. അതും പള്ളി പണിയാനായിട്ട് അന്നും ഒരുപാട് ഇന്നത്തെ പോലെ വലിയ സിമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ അവർ ഈ കുമ്മായം തമ്മിൽ കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് സുലഭമായി കിട്ടിയിരുന്ന വരാൽ എന്ന് പറയുന്ന ഒരു മത്സ്യം, അതിന് അവർ വലിയ ടാങ്കുകളിൽ കൊണ്ടുവന്നിടും. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ആ മത്സ്യത്തിനെ എടുത്ത് മാറ്റുമ്പോൾ ആ വെള്ളത്തിൽ ഒരു തരം പശ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആ പശയും ഈ ചുണ്ണാമ്പും അതുപോലെ തന്നെ ഈ കുമ്മായവും പിന്നെ ചുണ്ണാമ്പ് വെള്ളി, സുർക്ക് മിശ്രിതം എന്നൊക്കെ പറയുന്ന കുറച്ച് സംഭവങ്ങളെല്ലാം കൂടി ഇട്ടാണ് ഈ ഒരു പള്ളി പണിതിരിക്കുന്നത്. ഈ പള്ളിയുടെ തൂണുകളിൽ പോലും പലതരത്തിലുള്ള ചിത്രപ്പണികളുണ്ട്. അതെല്ലാതും തന്നെ ഇവിടുത്തെ ഈ വരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഒരിക്കലും ഈ പള്ളിയെ ബാധിക്കാൻ പാടില്ല എന്നൊരു ആശയം മുതലെടുത്തിട്ടാണ് ഈ പള്ളിയുടെ ഓരോ പണികളും നടന്നിട്ടുള്ളത്. മാത്രമല്ല ഇത് പണിതിരുന്ന ഒരു മേസ്ത്രിയെക്കുറിച്ചും ഒരു കഥയുണ്ട്. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു വർഗീസ് എന്നു പേരുള്ള ഒരു മേസ്ത്രിയായിരുന്നു. ഈ പള്ളിപ്പണിക്ക് ശേഷം അദ്ദേഹം തിരിച്ചു പോയിട്ടില്ല. ഈ പള്ളിയുടെ ചുറ്റുപറ്റത്ത് തന്നെയായിട്ട് താമസിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വരുന്ന ഓരോ വിശ്വാസികൾക്കും ഒരു ദൈവാനുഭവം ഉണ്ടാവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.